അങ്ങനെ ആ അടച്ചുപൂട്ട ഒരു തടവറയിൽപ്പെട്ട് സകല ദുരിതങ്ങളും അനുഭവിക്കുക എന്ന് മാത്രമല്ല, അമ്മ കഴിക്കുന്ന ആഹാരത്തിൻ്റെ എരിവ്, പുകച്ചിൽ എല്ലാം കടു തീക്ഷ്ണ ഉഷ്ണ രമള രൂക്ഷ അമ്ലാദിപിരുൽബണൈ മാതൃഭക്തൈരുപസ്പൃഷ്ട സർവാംഗോത്ഥിത വേദന. ഏതെങ്കിലും പെൺകുട്ടികൾ ഇതുപോലെ വിശേഷമായിട്ടിരിക്കുമ്പോൾ, ഗർഭിണികളായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വിളിച്ചു ചോദിക്കും, മോൾക്ക് എന്താ ഇഷ്ടം തിന്നാൻ? അവൾ പറയും, എനിക്ക് നല്ല എരിവുള്ള സമോസയാണ് തിന്നാൻ ഇഷ്ടം. ഒരു കൂട നിറച്ച് എരിവുള്ള സമോസ ഉണ്ടാക്കിക്കൊണ്ട് അവൾക്ക് കൊണ്ടു കൊടുക്കും. ആർത്തി പിടിച്ച് അവളങ്ങോട്ട് തിന്നും. അങ്ങനെ തിന്നേണ്ട താമസമേ ഉള്ളൂ. ഉള്ളിൽ കിടന്ന് പുകയ്ക്കുന്ന ആരാ? ഉള്ളിൽ കിടക്കുന്ന ആളാണ്. അപ്പോൾ എന്താ പറയുക, ചവിട്ടുണ്ട് ആൺകുട്ടിയാണെന്നാണ് തോന്നണേന്നാ. ആൺകുട്ടിയല്ല, ഏത് കുട്ടിയാണെങ്കിലും ചവിട്ടും. കാരണം ഈ പുകച്ചിൽ മാതൃഭക്തൈരുപസ്പൃഷ്ട സർവാംഗോത്ഥിത വേദന, ഇത് മുഴുവൻ പുകച്ചിൽ അനുഭവിക്കുന്ന ഉള്ളിലുള്ള ആളാ, കഴിക്കുന്ന ആളല്ല. ഇങ്ങനെ സകല ദുരിതങ്ങളും അനുഭവിച്ച് അവസാനം അവിടെ കിടന്ന് തീവ്രമായ വേദന അനുഭവിക്കുമ്പോൾ നമ്മൾ ഗുരുവായൂരപ്പനെ വിളിച്ച് കരഞ്ഞു. 10 മാസം അമ്മയുടെ ഗർഭത്തിൽ കിടന്ന് നമ്മളെല്ലാവരും 10 ശ്ലോകം സ്തുതിച്ചിട്ട്, ദേഹ്യന്ന ദേഹവിവരേ ജഠരാഗ്നിനാസൃക് വിൺമൂത്ര കൂപപതിതോ ഭൃശതപ്തദേഹ ഇച്ഛന്നിതോ വിവസിതം ഗണയൻ സ്വമാസാൻ നിർവാസ്യത്തെ കൃപണതിർഭഗവൻ കദാനു. മലമൂത്ര വിസർജനങ്ങളും കൃമികളും ഉള്ളതായ ഇത്ര വൃത്തികെട്ടതായിരിക്കുന്ന ഈ ഡ്രൈനേജ് കനാലിൽ ഞാൻ കിടക്കുകയാണ്, എനിക്കൊന്ന് പുറത്തേക്ക് കിടക്കണമെന്നുണ്ട്. ഇച്ഛന്നിതോ വിവസിതും ഗണയൻ സ്വമാസാൻ, ഞാൻ വിരലുമ എണ്ണിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ 7 മാസമായി, 8 മാസമായി, ഈ വിരലുമ എണ്ണിക്കൊണ്ടിരിക്കുക. അതാണ് ഈ നവജാത ശിശുക്കളുടെ വിരലിങ്ങനെ മടങ്ങിയിരിക്കണേന്നാ ആചാര്യന്മാർ പറയണേ. 1 2 3 4 5 6 7 8 9 അതാ നവജാത ശിശുക്കളുടെ വിരലിങ്ങനെ മടങ്ങിയിരിക്കണില്ല. ഇതാ കാരണം, എണ്ണിക്കൊണ്ടിരിക്കുക. 1 മാസം കൂടി കഴിഞ്ഞാൽ എനിക്ക് പുറത്തേക്ക് കിടക്കാമല്ലോ. 9 മാസം കൂടെ കിടക്കുമ്പോഴേക്കും ഗുരുവായൂരപ്പനോട് പറയും, ഗുരുവായൂരപ്പ എന്നെ പുറത്തേക്ക് ഇറക്കി വിടണ്ട. ആദ്യം പറഞ്ഞു, എന്നെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറക്കി വിടണേ. എനിക്ക് മനസ്സിലായി ഈ അമ്മയുടെ ഗർഭപാത്രം എന്ന് പറയുന്ന ഈ ജയിലിനകത്ത് ഇത്ര ക്രൂരമായ പീഡനങ്ങൾ, വേദനകൾ സഹിച്ചുകൊണ്ട് ഒരു തടവറയിൽ കിടക്കുന്ന പോലെ ഞാൻ കിടക്കാൻ എന്താ കാരണം? ശ്രേഷ്ഠമായ മനുഷ്യശരീരം കിട്ടിയിട്ടും ഭഗവാനെ ഉപാസിക്കാനായിട്ട് ഞാൻ വിമുഖത കാണിച്ചത് കൊണ്ടാണ് ഈ കാരാഗ്രഹവാസം ഉണ്ടായത്. എന്നെ പുറത്തേക്കിറക്കി വിട്ടാൽ ഗുരുവായൂരപ്പനാണ് സത്യം, 365 ദിവസവും ഞാൻ അവിടെ ഭജന ഇരുന്നോളാമേന്ന് സത്യം ചെയ്യും. 9 മാസം കൂടെ കഴിയുമ്പോഴാണ് ഭാവം മാറുക. അയ്യോ ഗുരുവായൂരപ്പ, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പിൻവലിച്ചു, എന്നെ പുറത്തേക്കിറക്കി വിടണ്ട. എന്താ കാരണം എന്നറിയോ? സോഹം വസന്ന വിവിഭോ ബഹുദുഃഖവാസം ഗർഭന്ന നിർജിഗമിഷേ ബഹിരന്ധകൂപേ. എരുതിയിൽ നിന്ന്, വറച്ചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് വീഴുന്ന പ്രതീതിയാണ്. കാരണം ഭൂമണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ജന്തുക്കൾ അടുത്തേക്ക് വരും. ആരാ? ബന്ധുക്കളെന്ന് പറയുന്ന ജന്തുക്കൾ. എത്രോപയാതം ഉപസർപ്പതി ദേവമായ മിഥ്യാമതറിയതനു സംസൃതി ചക്രമേതൽ. അവിടെ കുറേ ബന്ധുക്കളെന്ന് പറയുന്ന ജന്തുക്കൾ വരും. അവർ എന്നെ വീണ്ടും വഴിതെറ്റിക്കും. 1 വയസ്സുള്ള ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് ഒരമ്മ വരികയാണ്, അവൻ്റെ കയ്യിലൊരു കളിപ്പാട്ടം ഉണ്ടെങ്കിൽ അവനെ കളിപ്പിക്കുക എന്നുള്ള മട്ടിൽ നമ്മൾ അവനോട് ചോദിക്കും, ആ കളിപ്പാട്ടം എനിക്ക് തരുമോ? എടുത്ത വഴിക്കാൻ എന്താ പറയുക? അയ്യത് എൻ്റെയാ, അത് എൻ്റെയാന്ന്. നമ്മുടെ ആവശ്യം അത്ര തന്നെ ഉള്ളൂ. അവൻ്റെ വെയിനിലേക്ക് അഹം മമ ഇഞ്ചക്ഷൻ കൊടുക്കുക. ഫസ്റ്റ് ഡോസ് അല്ല, സെക്കൻഡ് ഡോസ് അല്ല, ബൂസ്റ്റർ ഡോസ് അല്ല. എത്ര ഡോസ് കൊടുക്കാൻ പറ്റുമോ ആ ഡോസ് മുഴുവൻ നമ്മൾ കൊടുക്കും. വളരും തോറും അവൻ ഈ അഹം മമ ഇതവൻ്റെ ബ്ലഡ് ഇന്ന് പോവില്ല. അതുകൊണ്ട് എന്നെ പുറത്തേക്കിറക്കി വിടണ്ട അമ്മേ, ഭഗവാനെ, ഞാനവിടെ ഇരുന്നോളാം. ഗുരുവായൂരപ്പനോട് പറയും. പറ്റുമോ അത്? ആ സൂതികാവാദത്തിൻ്റെ ശക്തിയിൽ, പ്രസവവേദന ശക്തിയിൽ അതേവരെ നേരെ ചൊവ്വ ഇരുന്നവനാ അമ്മയുടെ ഗർഭപാത്രത്തിന് പുറത്തേക്ക് വരും. എന്നെ കൃത്വ അവാക്ഷിര ആതുര, തല കീഴ്പ്പെട്ടായിട്ട് അതേവരെ നേരെ ചൊവ്വ ഇരുന്നവനാ നമ്മളെല്ലാവരും. അമ്മയുടെ ഗർഭപാത്രത്തിന് പുറത്തേക്ക് വരാൻ നേരത്ത് തല കീഴ്പ്പെട്ടായി. തല കീഴ്പ്പെട്ടായിട്ട് ഭൂമിയിലേക്ക് വന്നവൻ്റെ തല പിന്നെ നേരെയാവുമോ? എന്താ ഈ തല തിരിഞ്ഞ് നടക്കണേ? ഇതന്നെയാ കാരണം. തലകുത്തിയാണ് നമ്മളെല്ലാവരും താഴേക്ക് വന്നത്. അമ്മയുടെ വയറ്റിൽ നിന്ന് തലകുത്തി താഴെ വന്നവൻ്റെ തല നേരെയാവണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ആ തല കുനിക്കുക. അപ്പോൾ തല നേരെ നിൽക്കുക എല്ലാ സ്ഥലത്തും. ഗുരുവായൂരപ്പൻ്റെ നേരെ തല ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചാൽ എല്ലാ ദിക്കിലും തല താത്തേണ്ടിയും വരും. ഇൻവേഴ്സലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭൂസ്പർശം
ഭൂസ്പർശം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം അങ്ങനെ നിലവിളി തുടങ്ങുക. ഈ നവജാത ശിശുക്കൾ കരണേന്താ? സംസാരസാഗരേ മഗ്ധം. മര്യാദയ്ക്ക് ഞാനിരുന്നത് മഹാകവി അക്കിത്തം പറഞ്ഞ പോലെ വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഉള്ളിലിരുന്നവൻ ഇപ്പം എന്തായി? പുറത്തേക്ക് വന്നപ്പോൾ സംസാരസാഗരേ മഗ്നം. അതുകൊണ്ടായി നമ്മളൊക്കെ കരഞ്ഞുകൊണ്ട് ജനിക്കുന്നത്. ഈ മിഥ്യാപൂർണമായിരിക്കുന്ന അസത്തായിരിക്കുന്ന സംസാരത്തിലേക്ക് എന്നെ പ്രവേശിപ്പിച്ചുല്ലോന്ന്. അങ്ങനെ ആ നവജാത ശിശു കരഞ്ഞുകൊണ്ട് ജനിക്കണു. അത് കഴിഞ്ഞാൽ ഇത് ആവർത്തിക്കുകയായി. ശൈശവം, ബാല്യം, കൗമാരം, പൗഗണ്ഡം, യൗവനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണു. അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അമ്മയ്ക്ക് ഗൃഹജോലികൾ ചെയ്യണ്ടേ? അപ്പം നമ്മളെയൊക്കെ ചെയ്ത് റബ്ബർ ഷീറ്റ് വിരിച്ചിട്ട് ഒരു തുണി വിരിച്ച് അതിൻ്റെ മുകളിൽ കിടത്തി അമ്മ ഗാർഹിക ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും. എത്ര തവണ മലമൂത്ര വിസർജനം ചെയ്തു എന്നറിയില്ല. കുറച്ച് നേരം ആ മൂത്രത്തിൻ്റെ ആ ചൂടിൽ കിടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നിലവിളി തുടങ്ങുകയും. ചിലപ്പോൾ ആ കുട്ടികൾ കരയും, നവജാത ശിശുക്കൾ. എന്തിനാ കരയണേ? വിശന്നിട്ടാണോ, ഉറുമ്പ് കടിച്ചിട്ടാണോ, വയറുവേദന എടുത്തിട്ടാണോ, ചെവിവേദന എടുത്തിട്ടാണോ? ഒന്നും അറിയില്ല. പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. പറഞ്ഞാൽ തന്നെ ആരെങ്കിലും മനസ്സിലാവോ? മനസ്സിലാവില്ല. ആരെങ്കിലും വാരിയെടുത്ത് വാവാവോ വാവാവോ എന്ന് പറഞ്ഞ് ആട്ടിയാൽ ചിലപ്പോൾ ഉറങ്ങിയെന്ന് വരും, അല്ലേ? അതാണ് അവസ്ഥ. അപ്പോൾ എന്താണ് ചെയ്യണത്? കഴിഞ്ഞ ജന്മത്തിൽ വാട്ടർ ബെഡിൽ മലമൂത്ര വിസർജനം ചെയ്തതുപോലെ ഈ ജന്മത്തിലും ഇതെല്ലാം അനുഭവിക്കേണ്ടതായിട്ട് വരിക. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ ഒരു മെച്ചമുണ്ട് കേട്ടോ, നവജാത ശിശുക്കൾക്ക്. കാരണം ഈ ഒരു കിടപ്പുണ്ടാവില്ല. കാരണം അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു പാപ്പാസ് കെട്ടിച്ചിട്ടുണ്ടാവും രാവിലെ 7 മണിക്ക്. പിന്നെ അന്ന് വൈകുന്നേരം രാത്രി 10 മണിക്കാണ് ആ പാപ്പാസ് ഊരുക. അതിനിടയ്ക്ക് എത്ര മലമൂത്ര വിസർജനം നടത്തിയെന്ന് ഗുരുവായൂരപ്പന് പോലും അറിയില്ല. ഇതാണ് സ്ഥിതി. ആ മുണ്ടും സാരിയും ഇതൊക്കെ കേട് വരാതിരിക്കാൻ അതല്ലേ ചെയ്യുക. അത് നവജാത ചോറൂടിന് കൊണ്ടുവരുന്ന കുട്ടിയെ വരെ പാപ്പാസ് കെട്ടിച്ചിട്ടാ. പണ്ട് കാലത്ത് നമ്മുടെ അമ്മൂമ്മമാർ പറയാം ഉണ്ണിമൂത്രം പുണ്യാഹെന്ന. അത് പണ്ടായിരുന്നു, ഇന്ന് പറ്റില്ല. ഒടുക്കം എന്തെങ്കിലും അസുഖം വന്ന് പീഡിയാട്രീഷ്യൻ കാണിക്കുമ്പോൾ പറയും ഈ പാപ്പാസ് കെട്ടിക്കണ്ട, യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന്. എന്താ കാരണം? പൂർവ്വജന്മകൃതം പാപം വ്യാധിരൂപേണ ജായത. കഴിഞ്ഞ ജന്മം ഉണ്ടായതിൻ്റെ ആവർത്തനം തന്നെയാണ്. ഇങ്ങനെ ആവർത്തിച്ച് യൗവനം വരുമ്പോൾ കാമക്രോധാദികളാൽ അഹം മമതാബോധങ്ങളാൽ കർമ്മങ്ങൾ ചെയ്ത് പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഠരേ ശയനം, ഈ വട്ടം കിടന്ന് സംസാര ചക്രത്തിൽ കിടന്ന് വട്ടം കറങ്ങും അമ്മേ. അതുകൊണ്ട് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ശ്രേയസ് ആഗ്രഹിക്കുന്നവൻ കാമ്യമായ കർമ്മങ്ങൾ ചെയ്യാതെ നിഷ്കാമമായ കർമ്മങ്ങൾ ചെയ്ത് സകലതും ഭഗവതർപ്പണമായിട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് ആ അമ്മയെ പുത്രനായ ഭഗവാൻ ഭക്തിയോഗം, ജ്ഞാനയോഗം, സാഖ്യയോഗം, ധ്യാനയോഗം തുടങ്ങിയിട്ടുള്ള യോഗങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അറിവിൻ്റെ നിറകുടമാക്കി മാറ്റി ഭഗവാൻ അവിടുന്ന് യാത്രയായി ഭൂമിയുടെ വടക്ക് കിഴക്കേ മൂലയ്ക്കൽ ഇന്നും ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് തപസ് ചെയ്യണു. ദേവഹൂതി ദേവി ഭഗവാന്റെ ആ ഉപദേശങ്ങൾ കേട്ട് വിശ്രസ്ത മോഹപടല, സകല മോഹങ്ങളും ദുഃഖങ്ങളും ഇല്ലാതെയാക്കി നിസ്സംഗയായിട്ട് നിർവികാരിയായിട്ട് ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിച്ചു. ദേവഹൂതിയുടെ ശരീരം ഒരു നദിയായിട്ട് ഒഴുകി. ആ നദിയായിട്ട് ഒഴുകിയ ആ സ്ഥലം സിദ്ധപദം എന്ന പേരിൽ പ്രശസ്തമായി തീർന്നു എന്ന ആ പ്രകരണത്തോടെ തൃതീയ സ്കന്ധം സമർപ്പിച്ചു. ആ സമയത്ത് വിതുരൻ ചോദിച്ചു, അപ്പോൾ മറ്റു പുത്രിമാരുടെ കഥയോ? മൂത്തപുത്രിയായ സ്വയംഭൂമനുവിൻ്റെ പുത്രി ദേവഹൂതിയുടെ കഥയാണ് പറഞ്ഞത്. ആകൂതിയെ രുചി എന്ന പ്രജാപതി വിവാഹം കഴിച്ചു, ഭഗവാൻ യജ്ഞൻ എന്ന പേരിൽ അവതരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ പ്രസൂതിയെ ദക്ഷൻ എന്ന പ്രജാപതി വിവാഹം കഴിച്ചു. അതിൽ 16 പെൺകുട്ടികളുണ്ടായി. ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയ, ഉന്നതി, ബുദ്ധി, മേധ, തിതിക്ഷ, ഹ്രീ, മൂർത്തി 13 കന്യകമാരെ ധർമ്മൻ കല്യാണം കഴിച്ചു. അതിൽ 13ാമത്തെ പത്നിയിൽ ധർമ്മദേവന് ഭഗവാൻ നരനും നാരായണനുമായിട്ട് അവതരിച്ചു, നരനാരായണാവതാരം പറഞ്ഞു. 14ാമത്തെ പുത്രി സ്വാഹയെ അഗ്നിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. 15ാമത്തെ പുത്രി സ്വധയെ പിതൃക്കൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. 16ാമത്തെ പൊന്നോമന പുത്രി സതീദേവിയെ സദാശിവന് കല്യാണം കഴിച്ചു കൊടുത്തു. പക്ഷേ തൻ്റെ പതിയും പിതാവും തമ്മിലുള്ള മത്സരത്തിനിടയ്ക്ക് ദേഹത്യാഗം ചെയ്യേണ്ടി വന്നതുകൊണ്ട് സതീദേവിക്ക് സന്താനങ്ങൾ ഉണ്ടായില്ല വിതുര എന്ന് പറഞ്ഞപ്പോഴാണ് വിതുരൻ ചോദിച്ചത്, അതെന്താ മഹാദേവനും ദക്ഷനും തമ്മിൽ വൈരമുണ്ടാവാൻ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ ആ കഥ പറയണു, ദക്ഷയാഗം കഥ.